ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അത് വോൾസാങ് പോളോ ഉണ്ട്. അപ്പോൾ അതിന്റെ സ്റ്റീറിംഗ് കഴിച്ചു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് വെച്ചാൽ നമ്മൾ വോൾസാങ് പോളോന്റെ സ്റ്റീറിംഗ് അയക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ എയർ ബാഗ് ഉണ്ടായിരിക്കും. ഹോൺ പാഡിൽ ഒരു എയർ ബാഗ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് അയക്കണം. ഇത് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റീറിംഗ് അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ എയർ ബാഗ് അയക്കാന്നുണ്ടെങ്കിൽ ചിലത് വരുന്നത് ഒരു സ്ക്രൂ ഉണ്ടായിരിക്കും, സൈഡിൽ സ്ക്രൂ ഉണ്ടായിരിക്കും. നമ്മുടെ സ്റ്റീറിംഗിന്റെ ഇവിടെ സ്ക്രൂ ഉണ്ടായിരിക്കും. രണ്ട് സ്ക്രൂ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് അയച്ചെടുക്കാൻ പറ്റും. ചിലത് വരുന്നത് അതിനകത്ത് ഹോൾ ഉണ്ടായിരിക്കും. ഹോളിൽ തിക്കിയിട്ട് വേണം അത് അയച്ചെടുക്കാൻ. അപ്പോൾ ചിലത് ഭയങ്കര സിമ്പിളായിട്ട് അയക്കാൻ പറ്റും. തിക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് അയക്കാൻ പറ്റും. പക്ഷേ ഈ വോൾസാങ്ങിൽ അയക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോൾ അയച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും കേട്ടോ. ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് തിക്കിയെടുത്ത് വരുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പം ആദ്യമായിട്ട് അയക്കുമ്പോൾ അത് എങ്ങനെ തിക്കേണ്ടത്, എങ്ങനെ ഏത് ഭാഗത്തേക്കാണ് തിക്കേണ്ടതെന്നും അറിയണ്ടായിരിക്കില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. ഇത് തിക്കിയെടുക്കുമ്പോൾ ഒരു സൈഡ് നോക്കി തിക്കെടുത്താൽ മതി. അപ്പം ഇത് തിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്റ്റീറിംഗ് ഉണ്ടല്ലോ, സ്റ്റീറിംഗ് ഇങ്ങനെ ഇരിക്കും. അപ്പം ഇത് ഇങ്ങനെ തിരിച്ചിട്ട് ഇതാ ഇവിടെ ഒരു ഹോൾ ഉണ്ട് കണ്ടോ, ഈ ഹോൾ ഉണ്ടല്ലോ. ഇതിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ മൈനസ് ഇട്ടിട്ട് വേണം തിക്കാൻ. ഇവിടെ ഒരു ഹോൾ ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ ഒരു ഹോൾ ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ കൊണ്ടുവരണം. ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ വയ്ക്കും. എന്നിട്ട് ഉള്ളിൽ നിന്ന് മൈനസ് ഇട്ട് തിക്കും. അത് കഴിഞ്ഞാൽ നേരെ തിരിച്ച് ഇങ്ങോട്ട് വന്നിട്ട് ഇതെവിടെ ഹോൾ ഉണ്ട്, ആ ഹോൾ വെച്ചിട്ട് തിക്കി എടുക്കണം. അത് ഒരു സൈഡിലേക്ക് തിക്കി കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാൻ പറ്റുള്ളൂ. എയർ ബാഗിന്റെ ഇതുണ്ടോ, ഇതാണ് ഇതിന്റെ ലോക്ക് കേട്ടോ. അപ്പൊ ഇതിൽ വെച്ചിട്ടാണ് തിക്കണത്. ഇതാ ഈ ലോക്കാണ് വരുന്നത്. രണ്ട് ലോക്ക് ഉണ്ടായിരിക്കും. എന്താ ഇവിടെ ഒരു ലോക്ക് ഉണ്ടായിരിക്കും. മൊത്തത്തിൽ 3 ലോക്ക്. ഇവിടെ ഒരു ലോക്ക്, ഇവിടെ ലോക്ക്, ഇവിടെ ലോക്ക്. അപ്പൊ ഈ ലോക്ക് കയറിയിരിക്കുന്നത് ഇതാ കേട്ടോ, ഇതിനകത്താണ് കയറിയിരിക്കുന്നത് കേട്ടോ. ഈ കമ്പി ഉണ്ടല്ലോ, ഈ കമ്പി ഇതിനകത്തേക്ക് കയറിയിരിക്കും. അപ്പം നമ്മൾ തിക്കുന്ന സമയത്ത് ഇതിനകത്ത് നിന്ന് ഇതിങ്ങനെ പുറത്തേക്ക് തള്ളും. ആ സമയത്ത് ഒന്ന് ജസ്റ്റ് മുകളിലേക്ക് പൊങ്ങും. അങ്ങനെ അവിടെ സംഭവിക്കുന്നത്. അപ്പൊ നമുക്ക് തിക്കുമ്പോൾ ആദ്യം എവിടെ തിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പോളോന്റെ ഒക്കെ എടുക്കുമ്പോൾ ആദ്യം തിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, ഈ ഒരു സൈഡ് തിക്കണം ആദ്യം. ഇത് തിക്കി കഴിഞ്ഞാൽ ഇത് രണ്ടും ഒരേ സമയത്ത് ഓപ്പൺ ആവും. അതേ പക്ഷം ഇവിടെ തിക്കി കഴിഞ്ഞാൽ ഇത് ഒരു സൈഡേ ലോക്കുള്ളൂ. അപ്പൊ ഇവിടെ ഇത് പോരാൻ ഭയങ്കര പണിയായിരിക്കും. അപ്പൊ എപ്പോൾ തിക്കുമ്പോഴും ആദ്യം ഈ സൈഡ്. അപ്പൊ ഈ സൈഡ് എന്ന് പറയുമ്പോൾ ഇത് എവിടെ വരുന്നത്, റൈറ്റ് സൈഡ്. അപ്പൊ റൈറ്റ് സൈഡ് വേണം ആദ്യം തിക്കാൻ. റൈറ്റ് സൈഡ് തിക്കി കഴിഞ്ഞാൽ ഈ രണ്ട് ലോക്ക് ഒരേ സമയത്ത് പോരും. അല്ലാതെ ഇവിടെ പോയി തിക്കി കഴിഞ്ഞാൽ ഈ ലോക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ തിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇതിലേയും പോരും, ഇത് ഒരെണ്ണത്തിൽ പോരില്ല. അപ്പൊ അങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ അയക്കുന്ന സമയത്ത് ജസ്റ്റ് ആദ്യം അയക്കുന്ന സമയത്ത് ജസ്റ്റ് ഇവിടെ വെച്ചോണ്ട് തിക്കി വെക്കട്ടോ. ഞാൻ ചെയ്തിട്ട് ഇപ്പൊ കിട്ടിയിട്ടുള്ളത് ഇവിടെ വെച്ച് തിക്കിയിട്ട്, അതായത് ഫസ്റ്റ് ഈ സൈഡ് തിക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് പോരും. ഫസ്റ്റ് ടൈം ഞാൻ അയച്ച സമയത്ത് ഒരുപാട് സമയം എടുത്തിട്ടോ ഞാൻ അയച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ. അപ്പൊ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക്. ആദ്യം ഈ സൈഡ് റൈറ്റ് സൈഡ്, അതായത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ എന്താ ഈ ഭാഗം ആദ്യം മൈനസ് വെച്ചോണ്ട് തിക്കി കൊടുക്കുക. ജസ്റ്റ് ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ വൈഡ് ആവും. അപ്പോൾ ആദ്യം ഈ ഭാഗം തിക്കി കൊടുക്കുക, പിന്നെ സെക്കൻഡ് ഈ ഭാഗം തിക്കി കൊടുക്കുക. അത് മനസ്സിലായല്ലോ. ആ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റു വീഡിയോ വീണ്ടും കാണാം.